കണ്ണൂർ ജയിൽ സൂപ്രണ്ടടക്കം 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. നടപടി പ്രതിപക്ഷം സബ്മിഷൻ കൊണ്ടുവന്നതിന് തൊട്ടുമുൻപ്. ശിക്ഷാ ഇളവിനുള്ള ഗൂഢാലോചന 2022 തുടങ്ങിയെന്ന VD സതീശൻ. നിയമവിരുദ്ധമായി ആർക്കും ഇളവ് നൽകിയില്ലെന്ന് മന്ത്രി MP രാജേഷ്. TP വിഷയത്തിൽ ഇന്നും പ്രക്ഷുബ്ധമായി സഭ. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ പുകഴ്ത്തി രാഷ്ട്രപതിയുടെ അഭിസംബോധന. ജനങ്ങൾ സർക്കാരിന്റെ പരിപാടികളിൽ വിശ്വാസമർപ്പിച്ചു. ഇന്ത്യ വൈകാതെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകും. അടിയന്തരാവസ്ഥയ്ക്ക് കുറിച്ചും പരാമർശം. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ സമാധാനത്തിന് ശ്രമിക്കുമെന്നും രാഷ്ട്രപതി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കാസർഗോഡ് കുറ്റിക്കോലിൽ കാർ പുഴയിൽ വീണു. കൊച്ചി എടവനക്കാട് കടൽക്ഷോഭം രൂക്ഷം. തീരസംരക്ഷണത്തിന് നടപടി ആവശ്യപ്പെട്ട് വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാത ഉപരോധിച്ച നാട്ടുകാർ. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും പലയിടങ്ങളിലും വെള്ളം കയറി. കനത്ത മഴയിൽ ചെളിക്കുഴികളായി തിരുവനന്തപുരം തെങ്കാശി പാതയിലെയും നെടുമങ്ങാട് ടൗണിലെയും റോഡുകൾ. ഗതാഗത കുരുക്കും പാതാളക്കുഴികളും ജനങ്ങൾക്ക് ദുരിതമാകുന്നു. അപകടങ്ങളും പതിവ് കാഴ്ച. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത കേരള വിഷൻ ന്യൂസ്. ഇന്നാവാ കുഴിയടയ്ക്കാം. 2020 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. അഫ്ഗാനെ തകർത്തത് 9 വിക്കറ്റിന്. ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. എതിരാളികൾ ഇംഗ്ലണ്ട്.